ശ്രീ മോഹൻ വർഗീസ്, ഈ സർവേകൾ പ്രൊജക്ട് ചെയ്യുന്നതിന് ഒരു പൊതു സ്വഭാവം 70 മുതൽ 90 വരെ സീറ്റുകൾ, അതിൽ 90 എന്ന് പറഞ്ഞ ഒറ്റ ഏജൻസിയെ പറഞ്ഞിട്ടുള്ളൂ. ഭൂരിഭാഗം സർവേകളും 70-നും 82-നും ഇടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ നിലയ്ക്കുള്ളൊരു റിസൾട്ടാണ് ഫൈനൽ റിസൾട്ട് എങ്കിൽ LDF സംബന്ധിച്ച് അവർക്ക് 55-ന് മുകളിൽ 55-65 റേഞ്ചിൽ സീറ്റുകളുണ്ട്. പലരും പ്രതീക്ഷിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു നിർണായകമായ വർഷമായി 2026 മാറുമെന്ന്, ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് തന്നെ ഉണ്ടാവുമെന്നൊക്കെയായിരുന്നു. പക്ഷേ 55-60 റേഞ്ചിലാണ്, അല്ലെങ്കിൽ 55-65 റേഞ്ചിലാണ് LDFന്റെ സീറ്റ് എങ്കിൽ LDFന് ഒരു കംബാക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ സാധ്യമാവുന്ന വിധത്തിൽ ഒരു നോർമൽ ഇലക്ഷൻ റിസൾട്ടായി ഇത് മാറില്ലേ? ഇത് വെരി നോർമൽ. ഈ കാണുന്ന നമ്പേഴ്സ്, നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം എക്സിറ്റ് പോളിൽ സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സ് വെച്ച് മാത്രമേ ഇപ്പോൾ വിശകലനം ചെയ്യാനാവൂ. എന്തായിരിക്കും എന്നത് പ്രൊജക്ട് ഇത് മാത്രമാണ്, നമ്മുടെ മനസ്സിലെ സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ്. ഈ നമ്പേഴ്സ് കാട്ടുന്നത് ഒരു തരംഗം ഇവിടെ ഇല്ല. UDF അനുകൂലമായ ഒരു എഡ്ജുണ്ട്. എഡ്ജ് എന്ന് പറയുമ്പോൾ തരംഗമൊന്നുമില്ലല്ലോ. ഇപ്പൊ 70 മുതൽ 80 വരെ എന്ന് പറയുന്നത് 10 വർഷം അധികാരത്തിലിരുന്ന ഒരു സർക്കാരിനെതിരെ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ആന്റി ഇൻകംബൻസിക്ക് ഉപരിയായ ഒന്നും തന്നെ കാണേണ്ടതില്ല. പക്ഷേ ഇവിടെ തരംഗം ഉണ്ട് എങ്കിൽ വരേണ്ടത് 90-ൽ കൂടുതലാണ്. ഒരു സർവേയും 90-ൽ കൂടുതൽ സീറ്റുകൾ UDFന് പ്രവചിക്കുന്നില്ല. ഇവിടെ തരംഗം ഉണ്ടാകുമെന്ന് കരുതുക. ഉണ്ട് എന്ന് പലരും കരുതിയിരുന്നു, ഉണ്ടാകുമെന്ന് ഇപ്പോഴും കരുതുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 3 മേഖലകൾ വെവ്വേറെ കണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഇപ്പോൾ ഒരു നമ്പർ കിട്ടിയതിന് ശേഷം അതിനെ ഒരു പെർസെൻറ്റേജ് കിട്ടിയിട്ട് അത് ഓൾ കേരള ബേസിസിൽ അതിനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്താൽ ഒരുപക്ഷെ പ്രവചനം ശരിയാകണമെന്നില്ല. അതാണ് പോൾസ്റ്റേഴ്സിൻ്റെ പലപ്പോഴും പിഴച്ചു പോകുന്നത്. എവിടെയാണ് ഒരു ശതമാനം കിട്ടും, 39% LDFന്, അതിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ഇത്ര സീറ്റായി, അത് ശരിയാകണമെന്നില്ല. അവിടെയാണ് റീജിയൻ തിരിച്ചുള്ള കാര്യങ്ങൾ. മലബാറിൽ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ വേണമെങ്കിൽ, മൈനോറിറ്റി വേവ്, ന്യൂനപക്ഷ കൺസോളിഡേഷന്റെ ഒരു തരംഗം എന്നോ, വേണമെങ്കിൽ ചിലരൊക്കെ ഷാഫി തരംഗം എന്ന് പറയുന്നവരുണ്ട്. അതായത് ഷാഫി പറമ്പലിനൊക്കെ, കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പൽ MP-ക്ക് ഇതിഹാസ തുല്യമായ ഒരു അംഗീകാരമാണ് മലബാറിൽ, ഒരു പ്രത്യേക മേഖലയിലൊക്കെ വലിയ അംഗീകാരമാണ് കിട്ടുന്നത്. അതിനെയൊക്കെ കൃത്യമായി ഇന്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നാൽ കോഴിക്കോട് ജില്ലയൊക്കെ ഇടതുപക്ഷത്തേക്ക് ഏറെക്കുറെ ചാഞ്ഞു നിന്ന ജില്ലയാണ് ചരിത്രപരമായി. തൃശ്ശൂർ ജില്ല, കോഴിക്കോട് ജില്ല, അവിടെ കോഴിക്കോട് ജില്ലയിലാണ് ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ്സ് ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നത്. കണ്ണൂർ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാനില്ല, മറ്റ് ചെറിയ ജില്ലകളാണ്. മലപ്പുറം എക്കാലത്തും UDF തരംഗം തന്നെയാണ്. മലപ്പുറത്ത് LDF ജയിച്ചു വരുമ്പോഴും UDF ജില്ല തന്നെയാണ്. അതുപോലെ മധ്യ കേരളത്തിൽ എത്രത്തോളം ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ടുകൾ UDFിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് കുറച്ചുകൂടി ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ സേഫ് റേഞ്ചിൽ 70 മുതൽ 90 സീറ്റുകൾ 140-ൽ എന്ന് പറയുമ്പോൾ പോൾസ്റ്റേഴ്സ് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. സേഫ് റേഞ്ചിൽ ഒരു നമ്പർ പറഞ്ഞു വെച്ചു എന്നതിൽ കൂടുതൽ ഇപ്പോൾ അത് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ശരി. അല്ലാതെ ഈ യഥാർത്ഥത്തിൽ വരേണ്ടത് എന്താണ്? ആക്സിസ് മൈൻ്റെ ആണ് ബെഞ്ച് മാർക്കെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം LDFന് 120 സീറ്റ് വരെ പ്രൊജക്ട് ചെയ്തതാണ്. അതിനർത്ഥം സേഫ് റേഞ്ചിൽ നിന്നുള്ള കളിയല്ല. അതുകൊണ്ട് പോൾസ്റ്റേഴ്സിന്റെ മനസ്സിൽ ചില സങ്കോചങ്ങളുണ്ട്. കൃത്യമായ നിഗമനങ്ങളിൽ എത്താൻ കഴിയുന്നില്ല എന്ന് വേണം കരുതാൻ. അല്ലാതെ എല്ലാ പോളുകളും UDFന് അനുകൂലമായി പ്രവചിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമായി അത് വലിയൊരു തരംഗമെന്ന് ഒരു പോളിലും കാണുന്നില്ല. പക്ഷേ തരംഗത്തിന്റെ സാധ്യത വ്യക്തിപരമായി ഞാൻ നോക്കുമ്പോൾ ഒരു തരംഗ സാധ്യത തള്ളിക്കളയാനാവുകയുമില്ല.